ബെൽജിയം സ്പെയിനായിട്ട് ആ ക്വാർട്ടർ ഫൈനൽ എപ്പോഴാണ് തോറ്റെന്നറിയോ? അത് ടിബോ കോർട്ടോ ഇഞ്ചുറി ആയിട്ട് പോയി കഴിഞ്ഞപ്പോഴാണ്. അത് കഴിഞ്ഞ് ലെമൻസ് ഇറങ്ങിയിട്ട് ആ ഒരു മിസ്റ്റേക്ക് കളി കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ റീൽ കണ്ട് ഞാൻ മടുത്ത്. ഈ റീൽ ഇടണന്മാരോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫിൽ ഉറങ്ങുമായിരുന്നു? ടിബോ കോർട്ടോ ഫസ്റ്റ് ഗോളിന് വേണ്ടിയിട്ട് ആ ബോൾ നേരെ ഫാബിയൻ റീസിന്റെ കാലിലേക്ക് പാരി ചെയ്ത് വിട്ടാൽ നിങ്ങൾ ആരും കണ്ടില്ലേ? ബെൽജിയത്തിന് വേണ്ടി 114 ഗ്യാപ്പുള്ള അവരുടെ ലെജൻഡായ കോർട്ടോ മിസ്റ്റേക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ ബെൽജിയത്തിന് വേണ്ടി വെറും മൂന്നാമത്തെ കളി കളിക്കുന്ന, വേൾഡ് കപ്പിൽ ആദ്യമായിട്ട് അപ്പിയറൻസ് നടത്തുന്ന 70th മിനിറ്റിൽ ഒരു ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തിന്റെ ഡിഫൻസിൽ അറ്റാക്ക് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങി വന്ന് പ്രോപ്പർ ആയിട്ടൊരു വാം പോലും ചെയ്യാൻ പറ്റാഞ്ഞ ആ ചെക്കനെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി കുറേയും കൂടി മെന്റൽ ട്രോമ കൊടുക്കാല്ലേ? അതിന് ഒരു പ്രശ്നമില്ല. ശരിയാണ്, ടിബോ കോർട്ടോ ഇഞ്ചേർഡ് ആയിട്ട് പോയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു ഗെയിമിൽ 2 മിസ്റ്റേക്സ് ചെയ്യാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ലെമൻസ് ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്തായിരുന്നെങ്കിൽ അദ്ദേഹം ആ സേവ് നടത്തിയാനെ. എന്തായാലും നടക്കാനുള്ളത് നടന്നു. ലെമൻസിന് പറയാതെ മിസ്റ്റേക്ക് ആണ്. ആൻഡ് ഫുട്ബോളേഴ്സിൽ ഇപ്പോൾ ഏറ്റവും വിഷമിച്ചിരിക്കുന്ന മനുഷ്യനും പുള്ളി തന്നെയായിരിക്കും. ലെമൻസിന് എനിക്ക് ടെഡ് ലാസോയുടെ അഡ്വൈസ് മാത്രമേ കൊടുക്കാനുള്ളൂ. ഹാവ് ദ മെമ്മറി ഓഫ് എ ഗോൾഡ് ഫിഷ്. സെറ്റ് ബാക്സ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും, ബട്ട് നെവർ ലെറ്റ് ഇറ്റ് ഡിഫൈൻ യുവർ കരിയർ. യുണൈറ്റഡിൽ ഒരു കിടിലൻ ഡെബ്യൂ സീസൺ ആയിരുന്നു. അടുത്ത സീസൺ ഇതിലും ബെറ്റർ ആയിരിക്കും. നമുക്ക് പ്രീമിയർ ലീഗ് അടിക്കണ്ടേ? ആരൊക്കെ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾ യുണൈറ്റഡ് ഫാൻസ് ഉണ്ടാവും ഇതിന്റെ കൂടെ.